അമേരിക്കയിലും ലോകത്തും ഇന്ന് ഒരു വേർഡ് നിരന്തരമായി പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അത് ടാരിഫാണ്. ടാരിഫ്. അതിന് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടാരിഫ് ഈസ് ടാക്സ് എന്നും നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ കണക്കനുസരിച്ചിട്ട് 2.5 അല്ലെ 2.8% ആയിരുന്നു ഇൻകമിങ് ഗുഡ്സിൻ്റെ ടാരിഫ് എങ്കിൽ അമേരിക്കയുടെ ഗുഡ്സ് വെളിയിലേക്ക് പോകുമ്പം അത് 100-140 ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത്. അതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ഈ ഒരു ഡിസ്പാരിറ്റി എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത്. എന്നാൽ ആ ഒരു നല്ല പോളിസി എന്ന് നമ്മൾ ഒരു സൈഡ് പറഞ്ഞാലും അത് ഏത് രീതിയിലാണ് അന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കോൺട്രവേഴ്സിയലാണ്. കാരണം ബിസിനസ്സിന് എന്നും വേണ്ടത്, അത് ഇന്നലെയും ഇന്നും നാളെയും വേണ്ടത് സെർട്ടനിറ്റിയാണ് വേണ്ടത്. ഒരു അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് ചെറുകിട ബിസിനസ് ആണെങ്കിലും വൻകിട ബിസിനസ് ആണെങ്കിലും. അപ്പോൾ ആ ഒരു സമയത്ത് ട്രംപ് ധീരമായ ഒരു തീരുമാനമെടുത്തു, എന്നാൽ അത് വളരെ പൂവർലി ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ 2-3 എക്സാമ്പിൾസ് പറയാം. ഈ ടാരിഫ് 100-140 ഒക്കെ ആയിട്ട് ഡിക്ലെയർ ചെയ്തപ്പോഴത്തേക്കും വാൾമാർട്ട് പോലുള്ള വലിയ കമ്പനികളോട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു 18%, 20%, 30% ഒക്കെ ആ ഒരു ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാതെ നിങ്ങളത് വഹിക്കണമെന്ന് പറയുകയും അവരത് നിരസിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് ഇതാണ്, 97% ഓഫ് ഗുഡ്സ് US ഇമ്പോർട്ട് ചെയ്യുന്നത് വലിയ ബിസിനസ്സുകാരല്ല, വാൾമാർട്ട് പോലുള്ള വലിയ ബിസിനസ്സുകാരല്ല, ചെറുകിട ബിസിനസ്സുകാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകാർക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന 40%-ഓ 30%-ഓ ടാക്സിൻ്റെ ഡിസ്പാരിറ്റി, ഈ പറഞ്ഞ ഒരു ടാരിഫ് എന്ന് പറയുന്നത് ഒരിക്കലും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു അൺസർട്ടനിറ്റി അമേരിക്കയെ ബാധിക്കുന്നുണ്ട്, ലോകമാകമാനം ബാധിക്കുന്നുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രോമിസ് ഇതായിരുന്നു, ആദ്യത്തെ 90 ഡേയ്സ് കൊണ്ട് ഈ ഒരു ട്രേഡ് ഡെഫിഷ്യറ്റ്ക്ക് ധീരമായ തീരുമാനമെടുത്ത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് 100 ട്രേഡ് ഡീലുകൾ വരെ സീൽ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ 3-4 ട്രേഡ് ഡീലായിരുന്നു വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച വളരെ ആശ്വാസജനകമായിരുന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷന്. കാരണം അമേരിക്കയുടെ ഏറ്റവും മേജർ ട്രേഡിംഗ് പാർട്ണറായ യൂറോപ്യൻ യൂണിയനുമായിട്ട് 15% ആ ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കി. അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൈം മിനിസ്റ്റർ മോദി അവിടെ പേഴ്സണലി വന്നിരുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പലരുമായിട്ടുള്ള മൾട്ടിപ്പിൾ വിസിറ്റുകൾ വന്നിരുന്നു. പ്രതീക്ഷ എന്തായിരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു എക്സെപ്ഷൻ കിട്ടും, ഇന്ത്യ രണ്ടുപേരും ഫ്രണ്ട്സാണ്, അല്ലെങ്കിൽ പ്യാര ദോസ്ത്, ആ ഒരു ഇക്വേഷൻ വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഒരു ലീനിയൻസി കിട്ടും എന്നുള്ളതായിരുന്നു ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രതീക്ഷ. എന്നാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ലീനിയൻസി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡേറ്റ സജസ്റ്റ് ചെയ്യുന്നത് അതാണ്. കാരണം അത് ഒരു സമയത്ത് 100-140% വരെ മുന്നോട്ട് പോയെങ്കിൽ പിന്നെ അത് കുറച്ച് വന്ന് 25% ആക്കി, പിന്നെ 10%, 15% അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റുകൾ വന്നു, ഡിസ്കഷൻസ് വന്നു. ഇനി ഓഗസ്റ്റ് 1 എന്നുള്ളൊരു ക്രിട്ടിക്കൽ ഡേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഓഗസ്റ്റ് 1 എന്ന് പറയുമ്പം 40% തീരുവയുടെ കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്ക് മാത്രമല്ല, അമേരിക്കയുടെ അയൽ രാജ്യമായ മെക്സിക്കോയ്ക്ക് 36% ഉണ്ട്. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധവും പോലും ഇത് ട്രേഡുമായിട്ടൊരു അല്ലെങ്കിൽ ഈ ടാരിഫുമായിട്ടൊരു ബന്ധം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള കോൺട്രവേഴ്സിയിൽ പോലും അന്നും ഉണ്ടായിരുന്നു. അന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ക്ലെയിം ഇതായിരുന്നു, പാകിസ്ഥാനോടും അല്ലെ ഇന്ത്യയോടും ആവശ്യപ്പെട്ടത് ഈ ഒരു യുദ്ധം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ ട്രേഡ് ഡീലും കൂടി അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് അന്ന് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഓഗസ്റ്റ് 1 ഡെഡ്ലൈനിലേക്ക് മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ ഇതുകൂടി ഈ ഒരു സമയത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുമ്പും പല ഡെഡ്ലൈനും ഉണ്ടായിരുന്നു. മാർച്ച് മാസവും ഏപ്രിൽ മാസവും മെയ് മാസവും ജൂൺ മാസവും ഒക്കെ പല ഡെഡ്ലൈനും ഉണ്ടായിരുന്നു. അത് അഡ്മിനിസ്ട്രേഷൻ തന്നെ പിന്നെയും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളത് ഉള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് അമേരിക്കൻ ബിസിനസ്സുകാരെ മാത്രമല്ല ബാധിക്കുന്നത്, ലോകമാകമാനമുള്ള ബിസിനസ്സുകാരെ ബാധിക്കുന്നുണ്ട്, ഇന്ത്യയിലും ബാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതോടൊപ്പം വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്താണ് എത്രമാത്രമാണ് അമേരിക്കയുടെ മൊത്തം ഡെഫിഷ്യറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുഡ്സ് മാത്രം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 1200 ബില്യൻ്റെ ഡെഫിഷ്യറ്റ് പറയുന്നുണ്ട്. എന്നാൽ സർവീസ് ഇൻഡസ്ട്രി പറയുകയാണെങ്കിൽ ഏകദേശം 293 ബില്യൺ സർപ്ലസ് ആണ്.
അപ്പം ചില കാര്യങ്ങളിൽ സർപ്ലസ് ആണ്, മീൻസ് സർവീസ് ഇൻഡസ്ട്രിക്ക് അമേരിക്ക സർപ്ലസ് ഉണ്ട്, ഗുഡ്സിൻ്റെ കാര്യത്തിലും ഡെഫിഷ്യറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലോകം മുന്നോട്ട് പോകുമ്പം ആ ഒരു ഏത് സെക്ടറാണ് കൂടുതൽ വളരുന്നത് ആ ഒരു സെക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ബെനിഫിറ്റ് അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പം കാരണം പല രാജ്യങ്ങളും ഡെവലപ്ഡ് കൺട്രീസും യൂറോപ്യൻ യൂണിയനും ഒക്കെ അതിനെ തന്നെ ചലഞ്ച് ചെയ്തിരുന്നു ഇടയ്ക്ക്. കാരണം സർവീസ് ഗുഡ്സായ അങ്ങനെയുള്ള ഗുഡ്സുകൾക്ക് താരിഫ് തിരിച്ച് 100%, 150% ഒക്കെ ഏർപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ഈ ഒരു വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. സെർട്ടനിറ്റിയാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്, സെർട്ടനിറ്റിയാണ് അമേരിക്കൻ ബിസിനസ്സുകാർക്ക് വേണ്ടത്, സെർട്ടനിറ്റിയാണ് ലോകമാകമാനമുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടത്, അഡ്മിനിസ്ട്രേഷന് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വരും കാലങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്. തിരിച്ച് ഈ പറഞ്ഞ 40 തന്നെ നിൽക്കുമോ, അതോ തിരിച്ച് 10% അല്ലെങ്കിൽ 15% പോകുമോ, അതോ കേസ് ബൈ കേസ് അഡ്രസ്സ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇനിയും നോക്കി കാണേണ്ടിയിരിക്കുന്നു.